നമസ്കാരം, പ്രസ് ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യയെയും ശ്രീലങ്കയെയും ബന്ധിപ്പിച്ച് പാലം നിർമ്മിക്കുന്നതിന്റെ സാധ്യതാ പഠനം അവസാന ഘട്ടത്തിലെന്ന് ശ്രീലങ്ക പ്രസിഡന്റ് റനിൽ വിക്രമസിംഗെ. സാധ്യതാ പഠനത്തിന്റെ ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയായെന്നും അന്തിമഘട്ട പഠനമുടൻ പൂർത്തിയാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഇന്ത്യയിലെത്തിയ വിക്രമസിംഗെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇത് സംബന്ധിച്ച ചർച്ചകൾ നടത്തിയിരുന്നു. അടുത്ത ആഴ്ച ശ്രീലങ്ക സന്ദർശിക്കുന്ന വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ശ്രീലങ്കൻ അധികൃതർ ഇതടക്കമുള്ള സുപ്രധാന വിഷയങ്ങളിൽ ചർച്ച നടത്തും. ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിലെ ട്രിങ്കോമാലി, കൊളംബോ തുറമുഖം എന്നിവിടങ്ങളെ ബന്ധിപ്പിക്കാനുള്ള പദ്ധതിയാണ് ശ്രീലങ്ക മുന്നോട്ട് വയ്ക്കുന്നത്. തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് നിന്നും തലൈമന്നാറിലേക്ക് പോകുന്ന പാലത്തിന് 23 കിലോമീറ്റർ ദൈർഘ്യമുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. പാക് കടലിനടുക്ക് കുറുകെ വാഹനങ്ങൾ പോകാനുള്ള റോഡും റെയിൽവേ ലൈനുമാണ് വിഭാവനം ചെയ്യുന്നത്. 40,000 കോടി രൂപ ചെലവാകുമെന്ന് കണക്കാക്കുന്ന പദ്ധതിക്ക് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് അടക്കമുള്ളവർ സാമ്പത്തിക സഹായം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. പാലം പണി പൂർത്തിയായാൽ ശ്രീലങ്കയുടെ ഊർജ്ജ, വിനോദസഞ്ചാര, സാംസ്കാരിക മേഖലകളിൽ വലിയ മാറ്റമുണ്ടാക്കാനാകുമെന്നാണ് പ്രതീക്ഷ. നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരക്കു നീക്കം വ്യോമ, കപ്പൽ മാർഗങ്ങളിലൂടെയാണ് സാധ്യമാകുന്നത്. പാലം വരുന്നതോടെ ചരക്കു നീക്കവും സുഗമവും ചെലവ് കുറഞ്ഞതുമാകും. ഇത് കൂടുതൽ നിക്ഷേപങ്ങൾ ആകർഷിക്കുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. ഇരു രാജ്യങ്ങളെയും വേർതിരിക്കുന്ന പാക് കടലിടുക്കിന് കുറുകെ പാലം നിർമ്മിക്കുന്നതിന് പാരിസ്ഥിതികവും സാമൂഹികവും രാഷ്ട്രീയവുമായ ഒട്ടേറെ വെല്ലുവിളികളെ അതിജീവിക്കേണ്ടതുണ്ട്. പദ്ധതി പരിസ്ഥിതിയെ ദ്രോഹിക്കുന്നതല്ലെന്ന് ഉറപ്പാക്കുന്ന പഠനങ്ങൾ അത്യാവശ്യമാണ്. മേഖലയിലെ കാലാവസ്ഥയും പാലം നിർമ്മാണത്തെ ബാധിക്കില്ലെന്ന് ഉറപ്പുവരുത്തണം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ചെന്ന് വിശ്വസിക്കുന്ന രാമസേതു അല്ലെങ്കിൽ ആംഡസ് ബ്രിഡ്ജിന്റെ അവശിഷ്ടങ്ങൾ പാക് കടലിടുക്കിൽ ഇപ്പോഴും കാണാൻ കഴിയും. ഈ ചരിത്ര നിർമ്മിതികൾക്ക് നാശം സംഭവിക്കാതെയാകണം നിർമ്മാണമെന്ന് പരിസ്ഥിതിവാദികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്.